ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 10 ആയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമുക്ക് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. അത് കൈയോടെ അത് ഞാൻ കൊണ്ടുവന്ന് ഒരു ചീനച്ചട്ടിക്കകത്തോട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചായിരുന്നു. എന്നിട്ട് പോയി കിടന്ന് ഒരു ഇച്ചിരി നേരമൊക്കെ ഒന്ന് ഉറങ്ങി റെഡിയായിട്ടൊക്കെ വന്നു. ഓക്കെ, വന്നിട്ടു ഞാൻ അത് ആ മത്തിയെല്ലാം അവിടെ ഇരുന്ന് സമാധാനത്തിലെല്ലാം വെട്ടിയെടുത്ത് വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്ന് പീര പറ്റിക്കുക എന്ന് പറയും, മത്തി അല്ലെങ്കിൽ മീൻ പറ്റിച്ചതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ പീര പറ്റിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ തേങ്ങാപ്പൂളിയാണ് വെച്ചിരുന്നത്. അതും അതൊന്ന് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടിക്കകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് വടക്കംപുളിയും മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മത്തി എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അന്ന് ഞാൻ പകുതി മത്തി ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി പൊരിക്കാൻ വേണ്ടി കേട്ടോ. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒലച്ചെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മത്തി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് ഉപ്പും കൂടി ഇട്ട് കുഴച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് മീൻ വേകാനും വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് അടുപ്പത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ അത് തനിയെ തീക്കകത്ത് വെന്ത് വന്നോളും. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇല്ലാതെയും ചെയ്യാം, പച്ചമുളക് കൂടുതലിട്ടിട്ട്. പക്ഷേ ഇവിടുത്തെ പാപ്പായ്ക്ക് പച്ചമുളക് പറ്റൂല, എരിവ് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിതമായിട്ടുള്ള എരിവ് മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അവിടെ എരിവില്ലേ എന്നും പറഞ്ഞുള്ള ബഹളമാണ്. അതുതന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പച്ചമുളക് വാരിയിടും. ഇതിപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പം നമ്മൾ എവിടെ ചെന്നാലും അവിടെ ഉള്ളതുമായിട്ട് അവിടുത്തെ ഒരു രീതിയുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മുടെ മത്തിയെല്ലാം തിളച്ച് പീര പറ്റിച്ചെല്ലാം തിളച്ച് വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിങ്ങനെ കറിവേപ്പില ഇങ്ങനെ തൂകിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കറി പറ്റിച്ചത് ഏകദേശം സെറ്റായി. കറിയാണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അപ്പം എന്നും മത്തിക്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനിൻ്റെ ആണെങ്കിൽ അത് തേങ്ങ അരച്ച കറി, മുളക് കറി, ഇപ്പം അങ്ങനെ കൂട്ടിയപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഇച്ചിരി കൊച്ചുമത്തി കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് പീര പറ്റിക്കാമെന്ന്. അപ്പോൾ ഫ്രഷ് മത്തി ആയതുകൊണ്ട് ഞാൻ കയ്യോടെ അതങ്ങ് വെട്ടി പീര പറ്റിച്ച് ബാക്കി എടുത്ത് പൊരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ പൊരിച്ചിട്ടില്ല, കുറച്ചെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജ് വെച്ചു, ബാക്കി കുറച്ച് ഞാൻ പൊരിക്കാനെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇന്നെനിക്ക് ഇന്നലത്തെ യാത്രയുടെയാണെന്ന് തോന്നുന്നു, നല്ല പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. കാരണം ഇന്ന് രാവിലെ നമുക്ക് പൊതുവേ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് നമ്മൾ ആരും കളയില്ല അല്ലേ. അപ്പം അത് 2-3 ഇരിപ്പുണ്ടെന്ന്, അതെല്ലാം കൂടെ വൃത്തിയാക്കേണ്ടതായ കൈക്കകത്ത് ചെറിയ പ്രശ്നങ്ങൾ, പെയിൻ്റ് എല്ലാം കൂടെ കയറി ഇരുന്നിട്ട് നന്നായിട്ട് വേദന, നടുവേദന, അങ്ങനെയുള്ള പലമാതിരി പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളത്. ഇതെന്താണെന്നറിയാമോ, നമ്മുടെ കുടങ്ങൽ കുറുക്കിയതാണ്. അപ്പോൾ ഇത്രയും വീഡിയോ ഒക്കെ ഉള്ളൂ. നന്നായിട്ട് നമ്മളിങ്ങനെ കുറുക്കി എടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുടങ്ങൽ കുറുക്കിയൊന്നും അല്ല കേട്ടോ. എനിക്ക് കുറുക്കി കിട്ടിയ സംഭവം, അതായത് ജ്യൂസ് പോലെ കിട്ടിയ സംഭവമാണ് വേവിച്ചിട്ട്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരിയും കൂടെ കരിപ്പട്ടിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് കുറുക്കി, അരിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് കുറുക്കി എടുത്തേക്കുവാണ് സെപ്പറേറ്റായിട്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ശർക്കരയുടെ ആ ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.